നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട ഭാഗമെന്ന് പറയുന്നത് 83-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 18-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അതിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് വിരോധമായി സംസാരിക്കുന്ന ഒരു കൂട്ടം ജനം അതിനകത്തുണ്ട്. 2, ഇതിനിടയിൽ മൗനമായിരിക്കുന്ന ദൈവജനം അതിനകത്തുണ്ട്. 3, ഇതിനിടയിൽ ദൈവത്തോട് നിലവിളിക്കുന്ന തൻ്റെ ജനങ്ങളും ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 3 കൂട്ടരാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 1-ാമത്തെ ഭാഗം എന്ന് പറയും ദൈവ മക്കൾക്ക് എതിരായി സംസാരിക്കുന്ന വ്യക്തിത്വങ്ങൾ. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലാണോ, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നാലും എന്ത് ചെയ്യും, നമുക്കെതിരായി സംസാരിക്കുന്ന ഒരു കൂട്ടം ജനമാണ്. ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്തിൽ നമ്മൾ എത്ര തന്നെ മാന്യമായി ജീവിച്ചെന്ന് പറഞ്ഞാലും ഒരു പണ്ഡിതൻ ഇപ്രകാരമാണ് പറഞ്ഞത്: നിങ്ങൾക്ക് ഏറ്റവും നല്ല ശത്രുത വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നന്മ ചെയ്താൽ മതി. അപ്പോൾ ഓർക്കണം, ഈ ലോകത്തിൽ നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളല്ല. കാരണം നമ്മുടെ മേൽ ദൈവ സാന്നിധ്യമുണ്ട്, ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയാണ് പറഞ്ഞു തന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മേൽ നന്മ വെളിപ്പെടുമ്പോൾ പിശാചായവൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പലരും നമുക്ക് അനുകൂലമായി സംസാരിക്കണമെന്നില്ല. ഇവിടെ അതിനെപ്പറ്റി പറയുന്നൊരു ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 2-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചേ. 2-ാമത്തെ ഭാഗം. ഇവിടെ പറയും, ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അടുത്ത വാക്യം 4 വാക്യം വരെ വായിച്ചേ, 4-ാം വാക്യം വരെ. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും. ശ്രദ്ധിക്കുക, നിന്റെ ജനത്തിന്റെ നേരെ ഉപായം ചിന്തിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധയോടെ കേൾക്കണം, ഇവിടെ 2 ഭാഗമാണ്. ഒന്ന്, നിന്റെ ജനത്തിന്റെ നേരെ, ദൈവത്തിന്റെ ജനത്തിന്റെ നേരെ ഉപായം ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനം. അടുത്ത് വന്ന് ഗുപ്തന്മാർക്കെതിരെ. ഗുപ്തന്മാരെന്ന് പറഞ്ഞറിയാം എന്തെന്നറിയാമോ? ഗുപ്തമായിട്ടുള്ള നിധികളെ സൂക്ഷിക്കുന്ന വ്യക്തികളെയാണ് ഗുപ്തന്മാരെന്ന് പറയുന്നത്. അപ്പൊ ദൈവജനത്തിനിടയിൽ വേർതിരിക്കപ്പെട്ടൊരു കൂട്ടമാണ് ഗുപ്തന്മാരെന്ന് പറയുന്നത്. അവർക്ക് വിരോധമായി എന്ത് ചെയ്യാണ്? ദുരാലോചന കഴിക്കുന്നു. ആലോചനയുണ്ട്, ദുരാലോചന. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ആ വ്യക്തിക്ക് വിരോധമായി വരുന്ന ഒരു ആലോചനയാണ് ദുരാലോചന. ഒന്നുകൂടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യായമല്ലാത്ത കാര്യങ്ങളുടെ ഗതികൾക്കു വേണ്ടി കൂടുന്ന ഒരാലോചന സംഘമാണ് ദുരാലോചന സംഘം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, ദൈവമക്കൾ അതിനിടയിൽ ശേഷിപ്പാരാണ്? ഗുപ്തന്മാർ, ഗുപ്തനിധികളെ സൂക്ഷിക്കുന്നവർ. ദൈവത്തിന്റെ മിസ്റ്ററി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മർമ്മം ആയി വെളിപ്പെട്ട ദൈവജനമുണ്ട്. അവർക്കെതിരെ എന്ത് ചെയ്യും? ദുരാലോചന നടത്തും. ഈ ദുരാലോചന നമുക്ക് ഒരു പുത്തരിയൊരു കാര്യമല്ല. കാരണം നമ്മൾ ദേശത്തിൽ അറിയാം, നമ്മൾ ഒന്നൊരൽപ്പം നന്മയോടെ ഒന്ന് പുറത്തു വന്നാൽ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരൽപ്പം ഒന്ന് ഉയർന്നു വന്നാൽ, ഒരു നല്ലൊരു കാർ എടുത്താൽ പിറ്റേന്ന് കാണും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല, ചില പൊയിലയും ചില നാരങ്ങയും ചില അടക്കയൊക്കെ എടുത്ത് വയ്ക്കുന്ന പരിപാടിയുണ്ട്. ഹല്ലേലൂയ. ഒരു നല്ലൊരു കാർ എടുത്ത് വെച്ചാൽ പിറ്റേന്ന് കാണും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു ദുരാലോചന ചെയ്യുന്ന ഒരു കൂട്ടം. അപ്പോൾ ഓർക്കണം, നമുക്കെതിരായി ദുരാലോചന ജീവിതത്തിൽ വരുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഗുപ്തമായ നിധികളെ സൂക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിക്കുന്നത്, ചില ആലോചനകൾ സംഭവിക്കുന്നത്, അത് നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ എന്തോ ഗുപ്തമായത് സൂക്ഷിക്കപ്പെടുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യമുള്ള ഒരു മനുഷ്യനാണ് നാം ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, നാം നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ, നാം നിൽക്കുന്ന കുടുംബങ്ങളിൽ, നാം നിൽക്കുന്ന ദേശങ്ങളിൽ നമുക്കെതിരായുള്ള ദുരാലോചന വെളിപ്പെടുന്നെങ്കിൽ ഓർക്കണം, നിങ്ങളിൽ ഒരു മർമ്മം വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവം ചിലത് ഗുപ്തമായത്, മറഞ്ഞു കിടക്കുന്നത്, മറ്റാർക്കും വെളിപ്പെടാത്ത ഒരു മർമ്മം നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെ പറയുന്ന അടുത്ത വാക്യം കൂടെ വായിച്ചേ, 4-ാമത്തെ വാക്യം കൂടെ. അവരുടെ മനസ്സിന്റെ ഒരു അവസ്ഥയും കൂടെ ചിന്തിച്ചു നോക്കിയേ. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വേണം നാം അവരെ മുടിച്ചു കളക. ഇവിടെ പറയുന്നു, അവർ ഒരു ജാതിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അവർ നിൽക്കരുത്. അപ്പൊ പിശാചിന്റെ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമില്ലാത്തവരുടെ പ്രത്യേകത കണ്ടോ? ആലോചന കണ്ടോ? നിങ്ങൾ ഒരുമിച്ച് നിൽക്കരുത്.
ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ പോയ കുടുംബത്തിനകത്ത് വിഭിന്നമായ അനുഭവങ്ങൾ വരുത്തണം. ഓർത്തണം, ദുരാലോചനയുടെ പരിണിത ഫലമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? മൗനമായിരിക്കരുത്. ദൈവസന്നിധി ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇവിടെ മൗനമായിരിക്കും തിരിച്ചു പറയുക എന്നുള്ളതല്ല, നാം ദൈവസന്നിധി ചെയ്യണം, മുഴങ്കാൽ മടക്കുവാൻ ദൈവമാകും. അടുത്ത വാക്യം കൂടെ. അവരുടെ പേരിനി ആരും ഓർക്കരുതെന്ന് അവൻ പറഞ്ഞു. അവിടെയും കൊണ്ട് തീരുന്നില്ല. ആദ്യം ദുരാലോചന നടത്തുന്ന അവരെ മുടിച്ചു കളയണം. അത് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നിൽക്കരുത്. അവിടെ അടുത്ത് പറയുന്നു, അവരെന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? പുറത്തു വരാതെ അവരെ എന്ത് ചെയ്യണം? മുടിപ്പിച്ചു കളയണം, പൂർണ്ണമായി നശിപ്പിച്ചു കളയണം. അടുത്ത വാക്യം. അവരങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. അവിടെ പറയുന്നു, അവർ ഇങ്ങനെ, അടുത്ത വാക്യം, അവരുടെ പേര് ഇനി ആരും ഓർക്കരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരുടെ പേര് ഇപ്പോൾ ആരൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ ദേശത്തിൽ നമ്മുടെ പേര് ആരൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മൾ ഓർത്തില്ലെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ ഓർക്കില്ലെങ്കിൽ നമ്മളെ ഓർക്കുന്ന ചിലരുണ്ട്. സ്തോത്രം, 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 ഹല്ലേലൂയ. ഈ ഓർക്ക് എന്നറിയാമോ? നമ്മൾ പോകുന്ന ജോലി സ്ഥലങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മെ ഓർക്കുന്ന നമ്മൾ പലപ്പോഴും പുതുതായി പോയെന്ന് പറഞ്ഞാലും നമ്മുടെ പേര് പ്രസക്തമാണ്. കാരണം എന്നത്, നമ്മെ ഓർക്കുന്ന ചില വ്യക്തികളുണ്ട്. കാരണം ഇവിടെ പ്രാരംഭത്തിൽ പറഞ്ഞു, നിങ്ങളിൽ എന്തുണ്ട്? ഒരു ഗുപ്തനിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ദൈവ പൈതന്റെ മനോഭാവം എങ്ങനെയായിരിക്കണം? വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ നമ്മളെ മുടിച്ചു കളയും. എന്ന് പറഞ്ഞാൽ നിന്നെ നശിപ്പിച്ച് കളയുക, നിന്നെ തകർക്കുക. നീ ഭൂമി നിന്റെ പേര് പോലും ഓർക്കരുത്. എന്ന് പറഞ്ഞാൽ നീ മരിച്ച്, അല്ലെങ്കിൽ സ്തോത്രം, കുടുംബം ദേശത്തിനകത്ത് തകർന്നു പോയി, ആ കുടുംബ പേര് പോലും ഓർക്കരുതെന്ന് പറയുന്ന നിലവാരത്തിലുള്ള ശത്രുവിന്റെ ചില വാദഗതികൾ അന്ന് ആസാബിന്റെ കാലഘട്ടത്തിലുള്ളതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലുമുണ്ട് കേട്ടോ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളെ ഓർക്ക പോലും ചെയ്യാത്ത രീതിയിൽ പലവിധമായ ആലോചനകൾ നടക്കുമ്പോൾ ഇവിടെ നാം എന്തു ചെയ്യണം? നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നാം അവിടെ മൗനമായിരിക്കുക. അതാ ഒന്നാമത്തെ ഭാഗം പറയും. ഒന്നാമത്തെ വാക്യം വായിച്ചേ. ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇവിടെ ഓർക്കണം, അപ്പോൾ ഇവിടെ ആരാ മൗനമായിരിക്കുന്നേ? ദൈവജനം മൗനമായിരിക്കുന്നു. അടുത്ത വാക്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സ്വസ്ഥമായിരുന്നു പറഞ്ഞാൽ, ഇപ്പോൾ സ്വസ്ഥമായിരിക്കുന്നത്, മൗനമായിരിക്കുന്ന ആരാ? ദൈവത്തെ അറിയുന്ന ദൈവമക്കൾ. അപ്പോൾ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, നിരാശങ്ങൾ, അല്ലെ പലവിധമാകുന്ന വാക്കുകൾ, ആലോചനകൾ, നമുക്കെതിരായി വരുന്ന വാക്കുകൾ, ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? മൗനമായിരിക്കണം, സ്വസ്ഥമായിരിക്കണം. അതിന്റെ അർത്ഥം എന്നറിയാമോ? ഇവിടെ ദൈവത്തോട് പറയാണ്, കർത്താവേ നീ മൗനമായിരിക്കരുത്, നീ സ്വസ്ഥമായിരിക്കരുത്, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ഒരു ദൈവ പൈതനെ ദൈവം ആഗ്രഹിക്കുന്ന, ഒരു ദൈവ പൈതനെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ അധരങ്ങൾ അടക്കി മൗനമായിരുന്ന് ദൈവസന്നി മുഴങ്കാൽ മടക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് പൊതുവെ സ്റ്റാറ്റസ് ഇപ്പോൾ ഇടുന്ന കുറവാണെങ്കിലും ഞാനൊരു സ്റ്റാറ്റസ് ഇടുവാനിടയെത്തുന്നത് ഇങ്ങനെയാണ്: ദേഷ്യം വരുമ്പോൾ ഉറക്കെ സംസാരിപ്പാൻ അധിക ശക്തിയൊന്നും വേണ്ട. ശരിയല്ലേ? അധിക ശക്തിയൊന്നും വേണ്ട. പക്ഷേ ദേഷ്യം വരുമ്പോൾ മൗനമായിരിക്കാൻ ഒത്തിരി ശക്തി വേണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, നമ്മൾ ആരോഗ്യവാനായോണ്ടാ വാക്ക് ഒത്തിരി ഉയർന്നു. അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും പറ്റും. ഒരു അവസരം കൊടുത്താൽ മതി. സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ ഇവിടെയൊക്കെ മൗനമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കണം. അവരുടെ വായുടെ നീളവും ലെങ്തും ഒക്കെ മനസ്സിലായി, നാവിൻ്റെ ഒക്കെ എന്നോ പാവം എന്നറിയാമോ? നമ്മുടെ ചുറ്റിലും കാണുമ്പോൾ ഇതുപോലൊരു പാവം അച്ചായ ലോകത്തിലില്ല. ഇത്രയും നല്ലൊരു അമ്മ, എന്നാ പാവം എന്നറിയാം. അവരെ പറ്റി സാക്ഷിയൊക്കെ വളരെ, പക്ഷേ അവരുടെ രീതിയും മട്ടും ഭാവം അറിയണമെങ്കിൽ ഭവനങ്ങളിൽ പോകണം. ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം എന്ന് പറഞ്ഞു, ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. ഒരു ദൈവ പൈതനെ സംബന്ധിച്ച് ഞാൻ വളരെ സ്തോത്രം ലളിതമായ വിഷയം എന്ന് പറഞ്ഞുവെങ്കിലും ഒരു കാര്യം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തിൽ ഇങ്ങനെ ചില വിഷയങ്ങൾ, സങ്കീർത്തനക്കാരെ അനുഭവിച്ച ചില വിഷയങ്ങൾ വരുമ്പോൾ നാം എങ്ങനെയായിരിക്കണം? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാമോ? ഈ ലോകത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ദുരാലോചനകൾ വരുന്നു? എന്തുകൊണ്ട് നമുക്കെതിരായി കൂട്ടുകെട്ടുകൾ വരുന്നു? നീ മുടിഞ്ഞു പോകണം, നീ തകർന്നു പോകണം, നീ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കരുത്,
നീ ഉയർന്നു വരരുത്, നിന്റെ കുടുംബം ഉയർന്നു വരരുത്, നിങ്ങളുടെ തലമുറകൾ ഉയർന്നു വരരുത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനം നമ്മൾ ഒന്നും ചെയ്തില്ല നമുക്കെതിരെ വരുന്നതിന് കാരണം എന്നറിയാമോ? ദൈവം നിനക്ക് വേണ്ടി ചില ഉയർച്ചകൾ വച്ചു എന്ന് പിശാചിനറിയാം. അവന്റെ അല്ലെങ്കിൽ സ്തോത്രമല്ല, നമ്മൾ ചില ദേശത്തിനകത്ത് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ പിശാചിന് അവൻ്റെതായ ഹല്ലേലൂയ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ചില കുടുംബത്തിനകത്ത് നിലനിൽക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ, ദേശത്തിനകത്ത് നിലനിൽക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അവന്റെ സാമ്രാജ്യത്തിൽ ചില പതർച്ചകൾ സംഭവിക്കുമ്പോഴാണ് പിശാചിന് അടങ്ങി നിൽക്കാൻ പറ്റാത്ത. അങ്ങനെ ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, വെസ്റ്റേൺ സൂപ്പർമാനകത്ത് നിങ്ങൾ ഓരോരുത്തരും നമ്മെ ഓരോരുത്തരെയും കൊണ്ടാക്കിയെങ്കിൽ ശത്രുവിന്റെ ചില പദ്ധതികളും ദേശത്തുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ എതിർപ്പുകൾ, വല്ലായ്മകൾ, നമുക്കെതിരെ വ്യാപരിക്കുന്ന ചില വിരോധങ്ങൾ ഉയർത്തി ഓർക്കണം. എന്റെ മേൽ ഒരു അഭിഷേകം വെളിപ്പെട്ടിട്ടുണ്ട്, ശത്രുവിന്റെ പാളയത്തിനകത്ത് ആലോചന വെളിപ്പെട്ടിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾ സ്വസ്ഥമായി പോകുന്നെങ്കിൽ ഓർക്കണം, പിശാചിന്റെ ഭയമില്ല. ഇന്ന് പകൽക്ക് വിശ്വസിക്കാൻ തയ്യാറാകണം. ചില തോൽവികൾ സംഭവിക്കുമ്പോൾ, ചില പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനകത്ത് പരാജയപ്പെട്ടു പോകരുത്, അടിയറ പറയരുത്. ജലദേശത്തിന്റെ മധ്യേ ചില ദൈവത്തിന് ചെയ്തെടുക്കുവാനുണ്ട്. ശത്രുവിന്റെ ചില കോട്ടകൾ അല്ലെങ്കിൽ അതിന്റെ അടിത്തറ പോലും അല്ലെങ്കിൽ സ്തോത്രം ഇളകിയ ചില അനുഭവം കൊണ്ട് ദൈവത്തിന്റെ വചനമാണെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. കർത്താവേ, ഞാനായിരിക്കുന്ന സ്ഥാപനം, ഞാനായിരിക്കും ദേശത്ത്, ഞാനായിരിക്കും സ്ഥലത്ത് എനിക്കെതിരായി ചില ശത്രുവിന്റെ പദ്ധതികൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ ശത്രുവിന് അടങ്ങി നിൽക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അഭിഷേകം എന്റെ മേൽ പകർന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? നാം മൗനമായിരിക്കണം. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അടങ്ങി നിൽക്കുവാൻ പോലും കഴിയാത്ത ദൈവസാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകം വെളിപ്പെടുന്നതുകൊണ്ടാ ചില തോൽവികൾ സംഭവിക്കുന്നത്. ഇതിനകത്ത് പരാജയപ്പെട്ടു പോകുമെന്ന് പിശാച് ഹല്ലേലൂയ പലപ്പോഴും നിന്റെ ചെവി വന്ന് മന്ത്രിക്കുമ്പോഴും പറയണം, ഇല്ല പിശാചേ, എൻ്റെ മേലോ, എൻ്റെ തലമുറയുടെ മേലോ, എൻ്റെ വിദ്യാഭ്യാസത്തിന് മേലോ, എൻ്റെ ജോലിയുടെ മേലോ എന്നെ തകർക്കുവാൻ പിശാചിന് അധികാരമില്ല. കാരണം യിരെമ്യാ പ്രവാചകൻ പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനെ തന്നെ എന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കെതിരായി ചില ആലോചനകൾ വരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്ന് യോഹന്നാന്റെ അല്ലെങ്കിൽ സ്തോത്രം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം വായിച്ചാട്ടെ. നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ശ്രദ്ധ കേൾക്കണം, ഈ ലോകത്തിലുള്ള സകല ലോകവും ആരുടെ അധീനതയിൽ കിടക്കുന്നു? ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 19-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 19-ാം വാക്യം. 12-19. ഈ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന, ഓക്കെ, ആ വാക്യം ഇങ്ങനെയാണ്: ഈ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ. ആ ഒരു വാക്യമാണ് ഇവിടെ പറയുന്ന. രണ്ട് ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ ലോകത്തെ വാഴുന്നത് പിശാചാണ്, ഈ ലോക ദൈവമാണ് വാഴുന്നത്. പക്ഷേ അവരെന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു വാക്യം കൂടെ വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം കൂടെ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മതി. ഇവിടെ പറയുന്ന ഭാഗം, ഈ 3 വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തെ ഭരിക്കുന്നത്, ഈ ലോകത്തെ ആകമാനം ദുഷ്ടതയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദുഷ്ടനായ ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഇടയിലാണ് നാം നിൽക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ് പറയുന്നത്? ഈ ലോകത്തിലെ ദൈവം അവരുടെ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുവാനിടയായി തീർന്നു. ഈ കുരുടായ അവിശ്വാസികളുടെ അതിൻ്റെ ഇടയിൽ നാം നിൽക്കുമ്പോൾ ഓർക്കണം, ഇങ്ങനെയുള്ള ശത്രുവിൻ്റെ പല പദ്ധതിയും നമ്മളിൽ വെളിപ്പെടുവാനിടയായി തീരും. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ ഇന്ന് പൽക്കാലം സഭയുള്ളവെന്ന് ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും അധികം ഫൈറ്റിംഗ് ഉള്ള ഒരു ലോകത്തിലാണ് നാം നിൽക്കുന്നുവെങ്കിലും ദൈവം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ഇതിനിടയിൽ എങ്ങനെയാ ഫൈറ്റ് ചെയ്യണമെന്ന് അറിയാമോ?
നമ്മൾ എഫേസ്യനെ വായിക്കണ്ടേ. എഫേസ്യൻ എന്ത് പറയുന്നു? നമ്മൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ വ്യക്തമായി നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ദൈവവചനം പറയുന്നു, എന്താ പറഞ്ഞത്? നമ്മൾ എഫേസ്യൻ 6 ഒരുപാട് നാളുകൾ പഠിച്ചതാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അപ്പൊ നമ്മൾ പോരാട്ടത്തെ പറ്റി പറയുമ്പോൾ തന്നെ പ്രാരംഭത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്തുവാ? നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞ മനുഷ്യരോടല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പോരാട്ടം എന്തായിരിക്കും? നിന്നെ ഒരു ജഡസ്വഭാവമുള്ള മനുഷ്യരുമായി നമ്മെ പോരടിപ്പിക്കുക. ഇതാണ് പിശാചിന്റെ പദ്ധതി. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലായിക്കോണം? നമുക്ക് പോരാട്ടം അവരോടല്ല. അപ്പോൾ അടുത്ത് പറയുന്ന വേദഭാഗങ്ങളൊക്കെ പറയുന്ന ഒരു ഭാഗം, നമ്മുടെ വായികൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വാക്കുകളെ, പ്രവൃത്തികളെ സൂക്ഷിച്ച് ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്ന് നാം ദൈവസന്നിധി സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ മധ്യം നമുക്ക് നിലനിൽക്കുവാനിടയായി തീരും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു ഭാഗം ഇത് തന്നെയാണ്. എനിക്കെതിരായി പല ആലോചനകൾ വരുമ്പോൾ, ദുരാലോചനമായുള്ള പല ഉദ്ദേശത്തോടുകൂടെ, നല്ല ഉദ്ദേശമല്ലാതെ ചില ആലോചനകൾ കൂടുമ്പോൾ ഓർക്കണം, നമുക്കെതിരായി ഈ വിധമാകുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ ഒരുപാടുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മൗനമായിരിക്കരുത്. ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവത്ത് നിന്ന് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് നമ്മുടെ അധരങ്ങളെ സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവകരങ്ങൾ നിൽക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇന്ന് പകൽക്ക് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, എന്നെ ദൈവം കാണുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ നിരാശകൾ വരുത്തിയത്. ദൈവം അറിയാതെ സംഭവിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ഇരമ്യാ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞ ദൈവവാക്യം ഒന്നുകൂടെ പറയട്ടെ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പേർ ചൊല്ലി വിളിച്ച ദൈവമുണ്ട്. ഇന്ന് പകൽ നിർത്തത്തില്ല എന്ന് വിളിക്കുന്ന, വെല്ലുവിളിക്കുന്ന ചില, അല്ലെങ്കിൽ നിർത്തത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ചില മേഖല മധ്യത്തിൽ കർത്താവ് നമ്മെ നിർത്തുവാനിടയായി തീരും. കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ ഇപ്രകാരം ഓർക്കുവാനിടയായി. പല ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ വന്നപ്പോൾ പരാജയമെന്ന് സംഭവിച്ച പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ദീർഘനാളുകൾ കഴിഞ്ഞപ്പോൾ അത് നന്മയുടെ പടിയായിരുന്നു. ഇന്ന് പകൽക്കാലം ചില വേദനകൾ വരുന്നത് ദൈവത്തോട് അടുക്കുവാനാണെങ്കിൽ അത് നന്മയ്ക്കായി ഉളവാകുവാനിടയായി തീരും. ഈ നിന്ദകൾ വരുമ്പോൾ മിണ്ടാതിരിക്കരുത്, ഉറങ്ങുകയല്ല ചെയ്യേണ്ടത്, കുടുംബമായി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഒന്നുകൂടെ ആ വാക്ക് പറയാം, കുടുംബമായി ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിച്ചില്ല എങ്കിൽ ശത്രുവിൻ്റെ ചില പദ്ധതികൾ നമ്മുടെ മേൽ ജയഘോഷം കൊള്ളും. ഒന്നുകൂടെ പറഞ്ഞാൽ 40 ദിവസം കൊണ്ട് പുറത്തു വരേണ്ട സ്ഥാനത്ത് 40 വർഷം ഉഴലേണ്ടി വരും. ദൈവം കൈവിടത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നിങ്ങളെ കൈവിടത്തില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പുറത്തു വരുവാൻ താമസിക്കും. ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾക്ക് മുൻപിൽ കൈയോട് കൈ ചേർത്ത് ഈ ദിവസങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ട സമയം ഒരുമിച്ച് ചേർന്ന് ദയവായി ദൈവസഭയിലേക്ക് ഓരോ വ്യക്തിയും പരിശുദ്ധ എന്ന് പറയുന്ന ഒരു കാര്യം, ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കേണ്ട സമയങ്ങളിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഈ ദിവസങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുകയും ദുരാലോചനകളെ തകർക്കുവാനിടയായി തീരും. ചില ദുരാലോചന നിനക്കെതിരായി ഉണ്ട്. താങ്കളുടെ ജോലിയുടെ ബന്ധത്തിൽ, താങ്കളുടെ ഭാവിയുള്ള ബന്ധത്തിൽ, വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ശത്രുവിന്റെ പല ദുരാലോചനകൾ നടക്കുമ്പോൾ അതിന് തകരപ്പെടുവാൻ അനുവദിക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരട്ടെ. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ ദൈവത്തെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ശ്രവിച്ചു കൊണ്ടിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് 12ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ